വർത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നു പോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. പണ്ടൊരു നാളിൽ കൊമ്പനാന വിരുന്നിന് പോയല്ലോ.
പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. താങ്ക് യു ടീച്ചർ. പെട്ടല്ലോ. വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ? അയ്യടാ, നിനക്കെന്താ ചെയ്താൽ? സിമ്പിൾ. മടി. പിന്നെ വീട്ടിൽ പോയാൽ കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ? ഡൺ. കഴിഞ്ഞില്ലേ മോളെ? നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്? അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ. ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. ആ, മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി. കൃഷ്ണപുരം രാജ്യത്തെ രാജാവിന്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തു വിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടം കളിച്ചു മടുത്തു. നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല. വാ,
നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി. എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരെവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങൊന്ന് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ. അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി. നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം 2 പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. 2 പേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരെവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്. ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. 2 ആളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയമേറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കൈയും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു. തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി. ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണം എന്ന് കരുതി രാജകുമാരനെ ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി.
ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ലത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രികുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു. ജോമി, പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകിവാ. എന്നിട്ട് അതെടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കെ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. വിശക്കുന്നു. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ. ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ. ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ കുറച്ച് മരുന്ന് തരാം. അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ.